ലയണൽ മെസ്സി കേരളത്തിലേക്കെന്ന പ്രചാരണം സർക്കാർ PR വർക്കായിരുന്നുവെന്ന് സംശയിക്കുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കേരളയിൽ പ്രഖ്യാപിച്ചത് നമുക്ക് മുമ്പിലുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിലായിരുന്നു പ്രചാരണം എന്നത് സംശയത്തെ ഇരട്ടിപ്പിക്കുന്നു എന്നും സർക്കാരും കായിക മന്ത്രിയും ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചെന്നും കാരണം വ്യക്തമാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയെന്നും VT ബൽറാം തൃത്താലയിൽ പറഞ്ഞു. അർജന്റീനിയൻ സൂപ്പർ താരം ലയണൽ മെസ്സി കേരളത്തിലേക്ക് ഇല്ല എന്നുള്ള വാർത്ത അങ്ങേയറ്റം നിരാശാജനകമാണ്. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകേണ്ടത് കായിക വകുപ്പും അതിന്റെ മന്ത്രിയുമാണ്. കാരണം ഒരു വലിയ ക്യാമ്പയിനായി ഒരു വലിയ PR വർക്കിന്റെ ഭാഗമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് മെസ്സി കേരളത്തിലേക്ക് വരും എന്നുള്ള കാര്യം നമ്മൾ കേട്ടത്. പ്രത്യേകിച്ച് ഇതിന് ടൈമിംഗ് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഈ കാര്യം പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രതീതിയൊക്കെ ജനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ മുമ്പ് കേരളയിൽ വരുമെന്ന് മുഖ്യമന്ത്രി തൃക്കാക്കരയിൽ വെച്ച് പ്രഖ്യാപിച്ചു. അപ്പൊ ആ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രചരണ സ്റ്റണ്ട് മാത്രമായിരുന്നു ഇത് എന്നുള്ളതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഉയരുന്ന ആശങ്ക. ഇവിടെ 100-150 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഇവന്റ് എന്ന നിലയിൽ സംഘടിപ്പിക്കുമ്പോൾ അതാണോ കേരളത്തിലെ സ്പോർട്സ് രംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റിയായി മാറേണ്ടത് എന്നുള്ള ഒരു മറു ചോദ്യം കൂടി മറുഭാഗത്ത് ഉയരുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ സ്പോർട്സ് വികസനത്തിന്റെ പ്രയോറിറ്റിയായി തൽക്കാലത്തേക്കെങ്കിലും മാറേണ്ടത് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്നുള്ളതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇതേ സംബന്ധിച്ച് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.